ഹായ്, ഐ ആം ജോബി ഫ്രം പവർലിങ്ക്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഇൻഷുറൻസിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ്. അതായത് ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരും ഇല്ലാത്തവരും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും കേൾക്കുക. അതായത് നമുക്കിപ്പോൾ ആർക്കാണെങ്കിലും, അതായത് നമുക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദനയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാലോ അവർ ഉടനെ ECG എടുക്കും. അതിലും കഴിഞ്ഞില്ലെങ്കിൽ ആൻറ്റിയോഗ്രാം എടുക്കും. ആൻറ്റിയോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്ന ഒരു വാക്കാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടെന്ന്. അത് ഇന്ന് നമുക്കോ ഫ്രണ്ട്സിനോ വീട്ടുകാർക്ക് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാരുടെ ഒരു സ്റ്റാഫിൻ്റെ ടീം തന്നെ നമ്മളടുത്തേക്ക് വരുവാണ്. പിന്നെ ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ ഏത് സ്റ്റെൻറ്റാണ് വേണം നമുക്കിടാൻ വേണ്ടി. അതായത് അവർ പറയും 1 ലക്ഷത്തിനുണ്ട്, 1.5 ലക്ഷത്തിനുണ്ട്, 2 ലക്ഷത്തിനുണ്ട്, പല റേറ്റിനും ഉണ്ടെന്ന് പറയും. അപ്പം നമുക്കോ നമ്മളെ പ്രിയപ്പെട്ടവർക്കോ ഏറ്റവും നല്ല സാധനം ഇടണമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ പറയും ഓക്കെ 2 ലക്ഷത്തിൻ്റെ തന്നെ ഇടാം എന്ന് പറയും. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു, അവർ നമ്മളെ കൊണ്ട് പണം അടപ്പിക്കുന്നു, നമ്മളെ അതിൻ്റെ ഫെസിലിറ്റി ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം അവർ പറയുന്നില്ല. ഈ സ്റ്റെൻറ്റ് ഇടുമ്പോൾ ആ സ്റ്റെൻറ്റ് കമ്പനിക്കാർ നമുക്കൊരു ഇൻഷുറൻസ് തരുന്നുണ്ട്. അതായത് ഒരു സ്റ്റെൻറ്റ് കമ്പനി ആ പ്രൊഡക്റ്റിൻ്റെ ഇൻഷുറൻസാണ് തരുന്നത്. ആ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ച് പിന്നെ ആ ഭാഗത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുകയോ അതുമായി സംബന്ധിച്ച് അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് നമുക്ക് 6 മാസം 1 വർഷത്തേക്കോ ശേഷം ഈ 1 വർഷത്തിനകത്ത് നമുക്ക് വീണ്ടും ഒരു സർജറിയോ എന്തെങ്കിലും വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ചെലവ് ആ സ്റ്റെൻറ്റ് ഇടുന്ന ഏത് കമ്പനിയാണോ ആ കമ്പനി വഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കാര്യം ഒരു ഹോസ്പിറ്റലുകാരും പറയത്തില്ല നമ്മുടെ അടുത്ത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിടുന്ന സ്റ്റെൻറ്റ് ഏതാണെന്ന് ഹോസ്പിറ്റലുകാർ ഇൻഷുറൻസ് കമ്പനിയെ കറക്റ്റായി അറിയിക്കണം. ഏത് കമ്പനിയുടെയാണ് ഇടുന്നത്, അതിൻ്റെ സീരിയൽ നമ്പർ, അതിൻ്റെ എമൗണ്ട്, നമുക്ക് ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ഫുൾ ഹിസ്റ്ററി ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിക്കണം. പക്ഷേ നമുക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലെന്ന് നമ്മളടുത്ത് പറയുകയാണ് ഹോസ്പിറ്റലുകാർ. നമ്മൾ പറയുവാണ് 1.5 ലക്ഷത്തിൻ്റെ വയ്ക്കുക. അവർ 50,000-ൻ്റെ ആണോ വയ്ക്കുന്നത്, 1 ലക്ഷത്തിൻ്റെ ആണോ വയ്ക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഈ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് അത് ഏതാണ് വയ്ക്കുന്നത് അതിൻ്റെ സീരിയൽ നമ്പർ ഉൾപ്പെടെ ഇൻഷുറൻസ് കമ്പനി അറിയിച്ചിരിക്കണം എന്നുണ്ട്. നമുക്ക് ഇനി ഭാവിയിൽ ഈ 6 മാസമോ 1 വർഷം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് നമുക്ക് വരാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഒരു 6 മാസത്തിനകത്ത് വീണ്ടും ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ ചിലവ് മൊത്തം ഈ ഇൻഷുറൻസ് കമ്പനി വഹിക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ ആ ഹോസ്പിറ്റലുകാർ നമ്മൾ അറിയിക്കാത്തത് കൊണ്ട് നമുക്ക് ആ പ്രയോജനം ഇവിടെ ലഭിക്കുന്നില്ല. അവർ ഇത് അറിയിക്കാത്തതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവരെ അറിയിക്കണം. അപ്പോൾ അവർക്ക് നമ്മളോട്, അതായത് ആരാണ് രോഗി അവരുടെ വീട്ടുകാരും എടുത്ത് ഈ ഹോസ്പിറ്റലുകാരും കറക്റ്റ് പറയണം ഏത് സ്റ്റെൻറ്റാണ് ഇട്ടിരിക്കുന്നത്, ഫുൾ ഡീറ്റെയിൽസ് പറയണം. അപ്പോൾ അവർ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും സത്യാവസ്ഥമായി എല്ലാം നമ്മളെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മിക്ക ഹോസ്പിറ്റലുകാരും ഈ സ്റ്റെൻറ്റിന് ഇൻഷുറൻസ് ഉള്ള കാര്യം പറയാറില്ല. പക്ഷേ ഈ ഇൻഷുറൻസ് ഉള്ള സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് വലിയ ഉപകാരമാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ 6 മാസവും 1 വർഷം വരെ നമുക്ക് ഗ്യാരണ്ടി കിട്ടുന്നു. അതിന് എന്തെങ്കിലും സംഭവിച്ച ഇൻഷുറൻസ് കിട്ടുന്നു. പിന്നെ ചെയ്ത ട്രീറ്റ്മെൻറ്റുകളെല്ലാം നമുക്കറിയാൻ പറ്റുന്നു. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും സംഭവിക്കാം. ഇങ്ങനെ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്റ്റെൻറ്റ് ഇടണം എന്ന് ഒരു ഹോസ്പിറ്റൽ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായി ചോദിക്കുക, സാർ നമ്മൾക്കിടുന്ന സ്റ്റെൻറ്റിന് ഇൻഷുറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ള സ്റ്റെൻറ്റ് മാത്രം ഇട്ടാൽ മതി എന്ന് തീർച്ചയായും നിങ്ങൾ പറഞ്ഞിരിക്കണം. ഇത് പലവർക്കും അറിയില്ല. അതുകൊണ്ട് ഇത് മാക്സിമം ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കണം. ഇനി ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് പ്രസൻറ്റേഷൻ നമുക്ക് കാണാം. ഇതിനെക്കുറിച്ച് ഈ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രസൻറ്റേഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹൃദയാഘാതം വന്നോ, അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുടൻ സ്റ്റെൻറ്റ് ഇടേണ്ട സാഹചര്യമോ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഈ ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോയിട്ടുണ്ടോ? പക്ഷേ ആ സമയത്ത് ഒരു വലിയ കാര്യമാണ് ഒളിഞ്ഞു പോകുന്നത്. നമുക്ക് സ്വന്തമായി വാങ്ങാവുന്ന സ്റ്റെൻറ്റ്, അതിൻ്റെ തന്നെ ഒരു ഇൻഷുറൻസ്. അതെ, നമുക്ക് ആരും ഇത് പറഞ്ഞു തരുന്നില്ല. ഹൃദയാഘാതം വന്നാൽ ആശുപത്രിയിൽ കയറി ഡോക്ടർമാർ ഒന്നും ചോദിക്കാതെ തന്നെ പറയും ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെൻറ്റ് ഇടണം. അത് ആവശ്യം തന്നെയാണോ? പക്ഷെ നമ്മളാരും അത് ചോദിക്കാറില്ല. ഇത് ഏത് കമ്പനിയുടെ സ്റ്റെൻറ്റാണ്?
ഇതിന് ഇൻഷുറൻസ് ഉണ്ടോ? ഇത് എത്ര കാലത്തേക്ക് വരെ കവർ ചെയ്യും? പിന്നീട് എന്തെങ്കിലും വന്നാൽ ആര് ചെലവ് വഹിക്കും? ഈ വക ചോദ്യങ്ങളെല്ലാം നമ്മൾ മിക്കപ്പോഴും ചോദിക്കാറ് തന്നെയില്ല. ശരിയായി കേൾക്കൂ. ഇന്നത്തെ ബ്രാൻഡഡ് സ്റ്റെൻസ് അബോട്ട്, മെട്രോണിക്, SMT, ബയോസെൻസേഴ്സ് മുതലായവയാണ്. എല്ലാം 1,25,000 വരെ ചിലവുള്ള സ്റ്റെൻസ് ആണ്. നമുക്ക് പണം കൊടുത്ത് വാങ്ങാവുന്നതാണ്. പക്ഷേ അതിനൊപ്പം തന്നെ കമ്പനി നൽകുന്ന 1 വർഷം വരെ പേഴ്സണൽ ഇൻഷുറൻസ് ഇംപ്ലാന്റ് പ്രൊട്ടക്ഷൻ അതൊരിക്കലും പറയാറില്ല. ഈ ഇൻഷുറൻസിൻ്റെ ഉറവിടം നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു സർക്കാർ ഇൻഷുറൻസ് അല്ല, ഒരു മെഡിക്കൽ ഇൻഷുറൻസും അല്ല. ഈ ഉൽപ്പന്നം വാങ്ങുമ്പോൾ തന്നെ കമ്പനി നൽകുന്ന ഉറപ്പ് വാറന്റി ഇൻഷുറൻസ് ആണ്. നിങ്ങൾക്ക് വീണ്ടും ഒരു ബ്ലോക്ക് ഉണ്ടായേക്കാം, വീണ്ടും പ്രവേശിപ്പിച്ചേക്കാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാമെന്ന സാഹചര്യം ഉണ്ടാവാം. ആ സമയത്ത് ഈ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഒരു രക്ഷാകവചമാകുന്നു. എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവമുണ്ട്. സ്റ്റെൻഡ് ഇട്ട് 3 മാസം കഴിഞ്ഞ് വീണ്ടും പ്രശ്നമുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റെൻഡ് കൊണ്ട് കിട്ടിയ ഇൻഷുറൻസ് അവരെ ആരും അറിയിച്ചില്ല. കാർഡ് പോലും അവർക്ക് കൈ കിട്ടിയില്ല. അവർ വീണ്ടും അവരുടെ സ്വന്തം പൈസയ്ക്ക് ചികിത്സ ചെയ്തു. ഈ അവസ്ഥ ഞാൻ അറിഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു പോയി. ഒരു കാർഡ്, ഒരു ഫോം, അതല്ലേ രക്ഷാകവചമാകുന്നത്? ഹോസ്പിറ്റലുകളിൽ നിന്നും പലപ്പോഴും ഇത് പറയാറില്ല, നിങ്ങളെ അറിയിക്കാറില്ല. അല്ലെങ്കിൽ അവർ എടുക്കുന്ന റിപ്പോർട്ടുകൾ, കമ്പനികൾക്ക് കൊടുക്കേണ്ട ഫോമുകൾ, ഇവ വലിയ ബുദ്ധിമുട്ടായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് ഹോസ്പിറ്റലുകളിൽ ഈ കാർഡുകൾ കൈവശം വയ്ക്കാം. അത് പുതിയ ആളുകൾക്ക് ഉപയോഗിക്കാൻ പോലും ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു സാധാരണക്കാരന് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. സ്റ്റെൻഡ് ഇടുമ്പോൾ അതിൻ്റെ ബ്രാൻഡും പേരും ഇൻഷുറൻസ് വിവരങ്ങളും ഒന്ന് ചോദിക്കുക. അതിൽ പ്രധാനമായിട്ട് വരുന്ന പോയിന്റ്, സ്റ്റെൻഡ് ഇംപ്ലാന്റ് വാറന്റി കാർഡ് എവിടെയാണ് ചോദിച്ചറിയുക. രണ്ടാമത്തേത്, അതിൽ പേഷ്യൻ്റ് ഒപ്പിട്ടോ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ട്, ഒരു കോപ്പിയെങ്കിലും കൈവശം എടുക്കാൻ പറ്റുമോ എന്നും ചോദിച്ചറിയുക. ഈ വക കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങളിത് പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങളിത് ഓർത്തിരുന്നാൽ പോരാ. ഈ ബോധം വീട്ടിലെല്ലാവർക്കും എത്തണം. നമുക്ക് ഒരിക്കൽ സ്റ്റെൻഡ് ഇടേണ്ടി വന്നാൽ നമുക്ക് കിട്ടാവുന്നുള്ള സംരക്ഷണം നഷ്ടമാകരുത്. 6 മാസം അല്ലെങ്കിൽ 1 വർഷം, ഇത് ജീവിതത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ കാലമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു വേള പുനഃപ്രവേശനം ആവശ്യമുണ്ടെങ്കിൽ ഈ ചെലവ് താങ്ങാൻ നിൽക്കുന്നത് ഈ മറവിയിലായ ഇൻഷുറൻസ് ആണ്. ഇതുപോലെയൊക്കെ പറഞ്ഞാൽ കാര്യമില്ല. ജനങ്ങൾ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. ഒരു ചോദ്യം, ഒരു പ്രധാന ചോദ്യം മാത്രം ചോദിക്കുക. ഈ സ്റ്റെൻഡിന് ഇൻഷുറൻസ് ഉണ്ടോ? ഇത് ചോദിക്കുക. ആശുപത്രിയിൽ തന്നെ തുറന്നു പറയുക. ഇത് നിങ്ങളുടെ ജീവപര്യന്തം സംരക്ഷിച്ചേക്കാം. അവസാനമായി, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പവർ ലിങ്കിൽ നിന്നും ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കൂ. നമുക്ക് കൈവശമുള്ള ID കാർഡ്, പേര്, നമ്പർ അല്ലെങ്കിൽ കമ്പനിയുടെ ഹെൽത്ത് ലൈൻ നമ്പറോ ആയിരിക്കണം. ഇത് എടുത്തു പ്രീ രജിസ്റ്റർ ചെയ്യാം. ഇത് വരും ദിവസം നിങ്ങൾക്കുണ്ടാവുന്ന ചിലവുകൾ താങ്ങാനാകുന്ന കരുത്തായിരിക്കണം. ഇത് പവർ ലിങ്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു അറ്റംപ്റ്റ് മാത്രമാണ്. ജീവിതരക്ഷയുടെ ഒരു ചെറിയ അറിവ് തികച്ചും നിങ്ങൾക്ക് ഓർമ്മിക്കുവാൻ അടുത്തൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി. ഇന്ന് ഏതൊരു കമ്പനിയുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാലും 25% ക്ലെയിമുകളും റിജക്റ്റ് ചെയ്യപ്പെടുന്നു. പോളിസി എടുക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി മുഴുവൻ ഒരു ഡോക്ടറിന്റെ സഹായത്തോടെ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ പോളിസി പ്ലാൻ മാത്രം തിരഞ്ഞെടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി 100% ഉറപ്പുവരുത്തൂ. നിങ്ങൾ കൊടുക്കുന്ന പണത്തിന്റെ മൂല്യം ഉറപ്പുവരുത്തുന്നതിന് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്.